കവടിയാർ രാജകുടുംബത്തിലെ പൂയം തിരുനാൾ ഗൗരി പാർവതിബായിക്ക് ഫ്രാൻസിന്റെ പരമോന്നത സിവിലിയൻ പുരസ്കാരമായ ഷെവലിയർ ബഹുമതി. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ ഗൗരി പാർവതിബായിയെ ഷെവലിയറായി നിയമിച്ച വിവരം ഇന്ത്യയിലെ ഫ്രഞ്ച് അംബാസഡർ ഡോക്ടർ തിയറി മാത്തൌ കത്തിലൂടെ അറിയിച്ചു. 1802 ഫ്രഞ്ച് ചക്രവർത്തിയായിരുന്ന നെപ്പോളിയൻ ബോണപ്പാർട്ടാണ് പുരസ്കാരം ഏർപ്പെടുത്തിയത്. ഫ്രാൻസിന് അസാധാരണ സംഭാവനകൾ നൽകിയ വ്യക്തികൾക്ക് ഏത് രാജ്യക്കാരനെന്ന ഭേദമില്ലാതെ നൽകുന്ന പുരസ്കാരമാണിത്. ഇന്ത്യൻ സമൂഹത്തിനും പ്രത്യേകിച്ച് വനിതാക്ഷേമത്തിനും ഇൻഡോ ഫ്രഞ്ച് സൗഹൃദത്തിനും ഗൗരി പാർവതിബായി നൽകിയ അമൂല്യ സംഭാവനകൾ കണക്കിലെടുത്താണ് പുരസ്കാരം നൽകുന്നത്. ഫ്രഞ്ച് ഭാഷാ അധ്യാപിക എന്ന നിലയിലും തിരുവനന്തപുരത്തെ അലയൻസ് ഫ്രാൻസോയുടെ ഊർജ്ജസ്വലമായ പ്രവർത്തക എന്ന നിലയിലും ഗൗരി പാർവതിബായി ഫ്രാൻസിന്റെ ആയുഷ്കാല സുഹൃത്തും ഇൻഡോ ഫ്രഞ്ച് സഹകരണത്തിലെ പങ്കാളിയുമാണെന്നും അംബാസഡറുടെ കത്തിൽ പറയുന്നു. ഇരുകൂട്ടർക്കും സൗകര്യപ്രദമായ ദിവസം സംഘടിപ്പിക്കുന്ന പ്രത്യേക ചടങ്ങിൽ പുരസ്കാരം സമ്മാനിക്കും. രാജകുടുംബാംഗം അശ്വതി തിരുനാളിന് അടുത്തിടെ പത്മശ്രീയും ലഭിച്ചിരുന്നു. നിരവധി കവിതകളും ലേഖനങ്ങളും രചിച്ചിട്ടുണ്ട്. അമ്മാവനായ ശ്രീ ചിത്ര തിരുനാളിനെയും കുലദൈവമായ ശ്രീ പത്മനാഭസ്വാമിയെക്കുറിച്ചുള്ള കവിതകളടങ്ങിയ തിരുമുൽക്കാഴ്ചയാണ് ആദ്യ കവിതാ സമാഹാരം. കൂടാതെ പത്മനാഭസ്വാമി ക്ഷേത്രത്തെക്കുറിച്ചുള്ള വിശദമായ പഠനമായ ദ പത്മനാഭ ടെമ്പിൾ എന്ന കൃതിയും രചിച്ചിട്ടുണ്ട്. ക്ഷേത്ര സംബന്ധമായ ഐതിഹ്യങ്ങളും ഭൂമിശാസ്ത്രപരമായ വിവരങ്ങളും അനുഷ്ഠാനങ്ങളും ദേവതാ സങ്കല്പങ്ങളും ഇതിൽ വിശദമായി വിവരിച്ചിട്ടുണ്ട്. ഇംഗ്ലീഷിൽ പ്രസിദ്ധീകരിച്ച ഈ പുസ്തകത്തിന്റെ പരിഭാഷ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം എന്ന പേരിൽ കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് 1998 പ്രസിദ്ധീകരിച്ചു. നൈറ്റ് ഇൻ ദ നാഷണൽ ഓർഡർ ഓഫ് ദ ലീജിയൻ ഓഫ് ഓണർ എന്ന ഫ്രഞ്ച് ബഹുമതിയും പത്മശ്രീയും തിരുവിതാംകൂർ രാജവംശത്തിലേക്ക് എത്തിയ സന്തോഷത്തിലാണ് രാജകുടുംബം.